ജെറുസലേം ദേവാലയം പണിതപ്പോൾ ദൈവം നിർദ്ദേശിച്ചത് ജെറുസലേം ദേവാലയം ഏദൻ തോട്ടത്തെ ഓർമ്മിപ്പിക്കണം. ഏദൻ തോട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ദേവാലയം പണിതത്. എന്തായിരുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഇൻറ്റൻഷൻ? ഒരാൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരാൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ആരാധന. ഏദൻ്റെ അനുഭവം ഒരു മനുഷ്യന് തിരിച്ചു കിട്ടുന്നതാണ് ആരാധന. ഒരു മനുഷ്യൻ പറുദീസ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ആരാധന. എന്താണ് ഏദൻ്റെ പ്രത്യേകത? അവിടെ ദൈവത്തിൻ്റെ കാൽപെരുമാറ്റമുണ്ട്, അവിടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്, അവിടെ കർത്താവുണ്ട്. പ്രസൻസിലേക്ക് നമ്മൾ വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന നമുക്ക് ഏദൻ തോട്ടത്തിൻ്റെ പറുദീസ അനുഭവം തിരിച്ചു തരുന്ന ഒരു വലിയ ആത്മീയ ആരാധനയാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഇൻറ്റിമസിയിലേക്ക്, ദൈവത്തോടുള്ള അടുപ്പത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഞാൻ ഒരു ടേക്ക് അവേ പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തിരുന്നുള്ള ആനന്ദം കണ്ടെത്തണം. കാരണം ബാക്കി എല്ലാം ഫെയ്ഡ് ചെയ്ത് പോകും. ഈ ഭൂമി തന്ന എല്ലാറ്റിൻ്റെയും പ്രത്യേകത, ഭൂമി തന്നതെല്ലാം ഭൂമി തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ഭൂമി തന്നതാണ്. ആരോഗ്യം എല്ലാ കാലത്തേക്കും ഉണ്ടാവില്ലല്ലോ. ഭൂമി തന്നതൊക്കെ ഭൂമി തിരിച്ചെടുക്കും. പണം, ഭൂമി തന്ന പണം ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് ദാരിദ്ര്യം. ഭൂമി തന്ന ആരോഗ്യം ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് രോഗം. ഭൂമി തന്ന മാനം ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് അപമാനം. ഭൂമി തന്ന സൽപ്പേര് ഭൂമി തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് ദുഷ്പേര്. ഭൂമി തന്നതിൻ്റെ എല്ലാം പ്രത്യേകത, ഭൂമി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് തിരിച്ചു വാങ്ങിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഭൂമി തന്നതെല്ലാം തിരിച്ചു കൊടുത്തിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തുള്ളൂ. എന്നാൽ ഒരു മനുഷ്യനിൽ നിന്ന് ലോകത്താർക്കും, ഭൂമിക്കാവട്ടെ പിശാചിനാവട്ടെ ലോകത്തിനാവട്ടെ, എടുക്കാൻ പറ്റാത്ത, മനുഷ്യന് ദൈവം കൊടുത്തതും മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ആർക്കും എടുക്കാൻ പറ്റാത്തതുമായ ഒരൊറ്റ കാര്യമേ മനുഷ്യനുള്ളൂ. അത് ദൈവത്തിൽ നിന്ന് അവന് കിട്ടുന്ന ആനന്ദമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ 40 ദിവസം ഈ ദിവ്യകാരുണ്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് കർത്താവിൻ്റെ അടുത്തിരുന്ന് ആനന്ദം കണ്ടെത്താൻ ഒരു അഭിഷേകം തരണം. വേറെ ഒരു കാര്യത്തിലല്ല. ബാക്കി എന്താണ്? തിങ്സ് മേ കം ആൻഡ് ഗോ. എന്ത് കാര്യവും അത് വരാൻ പോവാം. ആരോഗ്യം വരാൻ പോവാം, സമ്പത്ത് വരാൻ പോവാം, മാനം വരാൻ പോവാം, പേര് വരാൻ പോവാം. അതിലല്ല നമ്മുടെ ആനന്ദം കിടക്കുന്നത്. നമ്മുടെ ആനന്ദം കർത്താവിൽ. സങ്കീർത്തനം 4:7, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഒരു ആനന്ദത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെർച്യു, പുണ്യം, പ്യൂരിറ്റിയാണ്. വിശുദ്ധി, പ്യൂരിറ്റി. അപ്പോൾ നമ്മൾ ഇതൊരു വലിയ പ്യൂരിറ്റി, വിശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ റിസർവ് ചെയ്ത് സെക്ഷുവൽ പ്യൂരിറ്റി എന്ന് മാത്രമാക്കുകയാണ്. ലൈംഗിക വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി. ഇത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകളിൽ, ഓർമ്മകളിൽ, ഭാവനയിൽ, സ്വപ്നത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടത്തിൽ, കേൾവിയിൽ. ഇപ്പോൾ വെറുതെ ഇരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ, പാവങ്ങൾക്ക് കുത്തി തലയ്ക്കകത്തേക്ക് വരാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ, ലൈംഗിക പരിശുദ്ധിയിൽ ജീവിക്കാൻ, സെക്ഷുവൽ പ്യൂരിറ്റിയിൽ ജീവിക്കാൻ കർത്താവേ എനിക്കൊരു കൃപ തരണമേ. അതാണ് നമ്മളിൽ ഈ ജീവൻ വെളിപ്പെടുന്ന വലിയൊരു തലം, ജീവൻ. ഞാൻ പിന്നീട് ജീവനെക്കുറിച്ച് പറയാം. അപ്പോൾ അത് പ്രാർത്ഥിക്കുക. പ്യൂരിറ്റി, സെക്ഷുവൽ പ്യൂരിറ്റിയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പുണ്യം. സ്വാഭാവികമായിട്ടും ഒഴിവാക്കേണ്ട പാപം എന്ന് പറയുന്നത് ലസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ മോഹം അല്ലെങ്കിൽ ആസക്തി, ലൈംഗിക ദുരാശകൾ. ആ ദുരാശകൾ നമ്മളിൽ നിന്ന് മാറിപ്പോവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുക്കേണ്ട ടാസ്ക് എന്താണ്? ടാസ്ക് നമുക്കിന്ന്, അതായത് കാണുക, നോക്കുക, രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ കാണുന്നു, ആ ക്യാമറ ഞാൻ കാണുന്നു, ആ ക്യാമറ ഞാൻ നോക്കുന്നു. നമുക്ക് കാണാം, ഒന്ന് നോക്കാൻ പാടില്ല. രണ്ടാമതൊന്നുകൂടി നോക്കണമെന്ന് ആഗ്രഹം വരുന്ന ഒരു 10 കാര്യങ്ങളെ നോക്കാതിരിക്കാനൊന്ന് ട്രൈ ചെയ്യുക. അതായത് ഒരു കാര്യം നമ്മൾ കാണുന്നു, ഒന്നുകൂടെ നോക്കാൻ, ഒരാളവിടെ നിൽക്കുന്നു, ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നെങ്കിൽ അത് ശരിയാവാം, തെറ്റാവാം.
എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം പാപകരമായ നോട്ടമാവണമെന്നില്ല. ഇപ്പോൾ ഒരു കാര്യം, നല്ലൊരു പടം കാണുന്നു, ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നു, നോക്കരുത്. അങ്ങനെ ഒരു 10 കാര്യങ്ങളിൽ ഒരാശയടക്കം പരിശീലിക്കുക. ഇത് ട്രെയിനിങ് ആയിട്ട് അങ്ങനെ പറ്റത്തുള്ളല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കാണുന്നു, ഒരിക്കൽ കൂടി നോക്കാൻ ഒരാഗ്രഹം ഉള്ളിൽ വരുന്ന ഒരു 10 കാര്യങ്ങൾ. 10 ഞാൻ ഒരു എണ്ണം പറയുന്നതെന്നുള്ളത് 2 ആവാം, 5 ആവാം, 7 ആവാം, 1 ആവാം. ഒന്ന് വെറുതെ ട്രൈ ചെയ്യാം. നമുക്ക് ഒരിക്കൽ കൂടി നോക്കണമെന്ന്, ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ നിന്ന് കണ്ണ് പിൻവലിക്കാനുള്ള ഒരു പരിശീലനം. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. അത് ജോബ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണത്. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കന്യകയെ എങ്ങനെ നോക്കും? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ: കർത്താവേ, എല്ലാ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്നും എൻ്റെ കണ്ണിനെ നീ പൊതിയണമേ. എല്ലാ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്നും, എല്ലാ മോശപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്നും, എല്ലാ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണിനെയും, എല്ലാ മോശപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെയും നീ കാത്തുകൊള്ളണമേ. എല്ലാ ആവശ്യമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും, എല്ലാ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെയും നീ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഈ 2ാമത്തെ ദിവസം ഈ പുണ്യം അഭ്യസിക്കുക, പാപം ഉപേക്ഷിക്കുക, പ്രാർത്ഥന പറഞ്ഞെന്ന് പ്രാർത്ഥിക്കുക, ടാസ്ക് പറഞ്ഞെന്ന് ചെയ്യുക. കൂടാതെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുർബാനയുടെ മുമ്പിൽ പോയിരിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഉപവാസം എടുക്കാൻ പറ്റുന്ന ഒരു ഉപവാസം എടുക്കണം. അങ്ങനെ 40 ദിവസത്തെ പ്രാർത്ഥനാ യാത്രയുടെ 2ാമത്തെ ദിവസം അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 2ാമത്തെ ദിവസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊടുക്കാം. ഇന്ന് ദൈവം തന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ സ്വീകരിച്ച എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഓർക്കാം. ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾ വീഴാതെ താങ്ങി നിർത്തിയ, നമുക്ക് സന്തോഷം തന്ന, അനർത്ഥാപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ച അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാം. നല്ല കർത്താവേ ദൈവമേ, നിൻ്റെ നാമത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ, ബലിപീഠങ്ങളിൽ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എഴുന്നള്ളി വരുന്ന അങ്ങേക്ക് മഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഈശോ എത്രമാത്രം സ്നേഹിച്ചുവെന്നറിയാൻ ഞങ്ങൾ കുരിശിലേക്ക് നോക്കുന്നു. ഞങ്ങളെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നറിയാൻ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ തുടിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങളെ കാത്തിരിക്കുന്ന ആ ദിവ്യമായ സ്നേഹമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ആരാധന ഞങ്ങളുടെ പാപപരിഹാരമായി അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഓരോ നിമിഷവും പാപം തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ദിവ്യകാരുണ്യമായി മാറിയ കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ കുർബാനയിലൂടെ തിരിച്ചു തരുന്ന ദൈവമേ, ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം ലോകം മുഴുവനിലും വർദ്ധിക്കാൻ അങ്ങിടയാക്കണമേ. കർത്താവേ, ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ആ നിത്യജീവൻ്റെ അമർത്യതയുടെ ഔഷധം എന്താണെന്ന് തിരിച്ചറിയാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം പോലും കുർബാന മുടക്കാതിരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശോയെ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകം മുഴുവനെ നിറയ്ക്കണമേ. ഈ സമയത്ത് ഹൃദയം തകർന്ന മക്കളെ സ്പർശിക്കണമേ. കർത്താവേ, ഞങ്ങളിന്ന് പരിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ അങ്ങയുടെ സഹായം യാചിക്കുന്നു. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധി പാലിക്കാൻ കൃപ തരണമേ. മോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെയും ഹൃദയത്തെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. പരിശുദ്ധിയോടെ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ആഗ്രഹത്തോടെ ഇന്നത്തെ ദിവസം കർത്താവിൽ നിന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശരീരത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് കർത്താവെ പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കൂടുതൽ ശരീരവിശുദ്ധിയോടെ ജീവിക്കാനുള്ള അഭിഷേകവും ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലൂടെ നമുക്ക് യാചിക്കുകയും ചെയ്യാം. കർത്താവായ ദൈവമേ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ നാമത്തിൽ ഈ മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമ്പോൾ ശരീരത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും കർത്താവെ അവിടുത്തെ കുരിശിലെ രക്തം പരിഹാരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ശരീരത്തിൻ്റെ വിശുദ്ധി പാലിക്കാൻ പ്രയാസപ്പെടുന്ന അവിടുത്തെ എല്ലാ മക്കൾക്കും വേണ്ടി ഈ സമയത്ത് കർത്താവെ നിൻ്റെ ആശീർവാദം തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ദൈവമേ, ശരീരത്തിൽ വിശുദ്ധി പാലിക്കാനും ആത്മാവിൽ നിറവുള്ളവരായി ജീവിക്കാനും ഈ ആശീർവാദം ഞങ്ങളെ സഹായിക്കണമേ. രോഗികൾ സുഖം പ്രാപിക്കണമേ. ഹൃദയം തകർന്നവർ ബലം പ്രാപിക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഹൃദയത്തിൽ ആനന്ദമുള്ളവരായി മാറണമേ. കർത്താവിൻ്റെ കരം ദൈവമേ ഈ ആശീർവാദത്തിലൂടെ ഇത് സ്വീകരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും